ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ചില ദിവസങ്ങളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു വിഷമം അല്ലെങ്കിൽ എന്തോ ഒരു മാനസികമായ ഒരു ക്ഷീണം തോന്നാറുണ്ട്. ഒരു ക്ഷീണം, ഒന്നിനൊരു ഉത്സാഹമില്ലാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ, എന്തെന്നറിയാത്ത, കാരണമൊന്നും അറിയാത്ത ഒരു ക്ഷീണം. എന്നാൽ ആ ക്ഷീണം നമ്മുടെ മനസ്സിനെ ഏൽക്കുന്ന ക്ഷീണം, അല്ലാതെ ശരീരത്തിനെ ഏൽക്കുന്നതല്ല. നമുക്ക് അലസതയൊന്നുമില്ല, എന്നാൽ നമുക്കൊരു ഉന്മേഷമില്ല. എന്തോ സത്യത്തിൽ അവിടെ അതിനുള്ള കാരണം സൈക്കോളജി പറയുന്നത് ഈ നമ്മളുടെ സ്ട്രെസ്സ് ഓവറായിട്ട് ഇങ്ങനെ ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യാം, ഒരുപാട് ഇങ്ങനെ അമിതമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സ് ടയേർഡായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്സ് ഇങ്ങനെ അനുഭവിച്ച് നമ്മളിങ്ങനെ കുറേ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. ആരോടൊന്നും തുറന്നു പറയാതെ, ആരോടൊന്നും അത് ഷെയർ ചെയ്യാതെ, ആരോടൊന്നും ചർച്ച ഒന്നും ചെയ്യാതെ, നമ്മൾ അല്ലെങ്കിൽ റബ്ബിലേക്കാണെങ്കിലും അതങ്ങ് തവക്കുൽ ചെയ്യാതെ, അതിങ്ങനെ നമ്മുടെ ഉള്ളിലിട്ട് ഇങ്ങനെ ഒരുപാട് അങ്ങ് കൊണ്ടു നടക്കുമ്പോൾ അതൊരു കോഗ്നിറ്റീവായിട്ടുള്ളൊരു ടയർഡ്നെസ്സാണ്. എന്നുവെച്ചാൽ നമ്മുടെ ബുദ്ധിപരമായ, നമ്മളുടെ ആ മാനസികമായ ഒരുതരം തളർച്ചയാണ് ആയിട്ടാണ് തന്നെ സൈക്കോളജി പറയുന്നത്. ശരിക്കും അതിനെ നമുക്ക് കവച്ചു വെക്കാൻ, നമ്മൾ ഇത്തരം സാഹചര്യങ്ങളെ കവച്ചു വെക്കാൻ നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, ഒന്ന് പടച്ച റബ്ബിലേക്ക് നമ്മൾ തവക്കൽ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നമ്മളിങ്ങനെ ഓവറായിട്ട് കുറേ ചിന്തിച്ച് നമ്മളതിനിങ്ങനെ കുറേ അത് ഉള്ളതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും എല്ലാം ഒരുപാട് ആലോചിച്ച് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പോലും നമ്മളതിനെ ആലോചിച്ച് ഇങ്ങനെ മനസ്സിൽ കൊണ്ടിടന്ന്, പിന്നെയും അടുത്ത പ്രശ്നം വരുമ്പോൾ അതും കൊണ്ടിടന്ന്, ഇങ്ങനെ കൊണ്ടു നടന്ന് നമ്മുടെ മനസ്സങ്ങ് ടയേർഡായിപ്പോയി. ശരിക്കും അവിടെ അതിന് ഒരു മനസ്സ് എംപ്റ്റിനെസ്, ശരിക്കും അതൊന്ന് മനസ്സൊന്ന് ക്ലിയർ ആവാൻ, ഒന്നതൊന്ന് വിട്ട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ ഒരു വഴിയില്ലാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. തുറന്നു പറയില്ല, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്നും മിണ്ടില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് പരസ്പരം ഒന്ന് വിട്ടുകൊടുക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചതാണെങ്കിലും മറ്റൊക്കെ ആണെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കലോ ഒന്നുമില്ലാണ്ട് ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടിടുന്നു കുറച്ചാകുമ്പോൾ നമ്മളങ്ങ് വല്ലാണ്ടങ്ങ് ടയർഡാവും. അതാണ് നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ചിന്തിക്കില്ല, എന്തോന്നറിയില്ല, എവിടെയോ ഒരു വേദന അല്ലേ, എന്തോ ഒരു വിഷമം പോലെ, എന്നാൽ കാരണമൊന്നും നമുക്കറിയില്ല. ആ വിഷമത്തിനുള്ള കാരണങ്ങൾ, റൂട്ട് കോസ് ഒരുപാട് ഇവിടേക്ക് പുറകിൽ ഒരുപാട് ഉണ്ടാവും. ആ കാരണം നമ്മൾ ഒരിക്കലും നമ്മളെ കൊണ്ട് പരിഹാരം കാണാൻ പറ്റാത്തതാണെങ്കിൽ അത് വിട്ടുകൊടുത്തിട്ടുണ്ടാവില്ല, നമ്മളത് പടച്ചറപ്പിന് വിട്ടുകൊടുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചതാണെങ്കിൽ അവർക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത് റബ്ബിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ കുറേ കഴിയുമ്പോൾ ഈ ടയർഡ്നെസ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചിന്തിക്കുക. പിന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കുക, നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാവുന്നതും മറ്റും ആവശ്യമുള്ളതും മാത്രം നമ്മൾ കൊണ്ടെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ റബ്ബിലേക്ക് ചിന്തിക്കുക അല്ലേ. അല്ലാഹു തആല പറയുന്നുണ്ട്, എന്ത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരാളെയും നമ്മൾ അവർക്ക് സാധിക്കുന്നതല്ലാതെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സാധിക്കുന്നതിൻ്റെ അപ്പുറം നമ്മൾ സ്വയം ഏറ്റെടുത്ത് ഇങ്ങനെ കൊണ്ടു കിടക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ക്ഷീണം അനുഭവപ്പെടുന്നത്. അത് അല്ല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലേ. അപ്പോഴും റബ്ബിലേക്ക് നമ്മൾ സ്മരണ വെക്കുക, റബ്ബിലേക്ക് തവക്കൽ ചെയ്യുക, റബ്ബിനെ നമ്മൾ സ്മരിക്കുക. നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കാറില്ല, സാധിക്കും എന്നൊക്കെ നമ്മൾ എല്ലാം ഇപ്പോൾ നമ്മളിന്ന് പറയാറുണ്ട്, നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും. പക്ഷേ അവിടെ എന്ത് വേണം, റബ്ബിൻ്റെ തവക്കൽ വേണം, റബ്ബിൽ
അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മളുടെ കാര്യങ്ങളെ അർപ്പിക്കണം, നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടണം. നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും സാധിക്കാറുള്ളത്. ദുആയിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ഒക്കെ. അല്ലാത്തൊരർത്ഥത്തിൽ നമ്മളും കഴിവുകെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ നമ്മൾ ഏറ്റെടുത്ത് നമ്മളിങ്ങനെ കണ്ടതും അവിടെ ഇവിടെ ഉള്ളതെല്ലാം വലിച്ചെടുത്ത് നമ്മൾ സ്വയം നമ്മളെ തന്നെ ഇങ്ങനെ ഒരു വിഷമത്തിലേക്കും സങ്കടത്തിലേക്കും ഒരു നിരാശയിലേക്കും ഒക്കെ എത്തിച്ചിട്ട് നമ്മുടെ മനസ്സിനെ തന്നെ തളർത്തുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മനസ്സിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.